ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന നമ്മൾ ഡബിൾ ബോർഡ് വരുന്ന സാംസങ്ങിൻ്റെ ഒരുപാട് സെറ്റുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് കേസുകൾ കസ്റ്റമർ കൊണ്ടുവരാറുണ്ട് കേട്ടോ. സമയം ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ലെയറും മുകളിലത്തെ ലെയറും താഴത്തെ ലെയറും 2 ലെയർ റീബോളെല്ലാം ആക്കി, എന്താ പറയുക, ഒരിക്കലും റീകവറി ആക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കിയിട്ടുണ്ടാവും. തന്നെ ഫുള്ള് ബ്ലാക്ക് കളറാക്കിയിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ ഐ സികളൊക്കെ വരുന്ന അവിടെയൊക്കെ ഒരുപാട് ടൈം ഹീറ്റ് അടിച്ചിട്ട് എന്തായിട്ടുണ്ടാവും, ഐ സികളും ഒന്നും പറയണ്ട. അതിൻ്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം വരും. കാരണം എത്രയോ ഈസി മെത്തേഡിൽ നമുക്കത് റിമൂവ് ആക്കാൻ പറ്റും. ഡബിൾ ബോർഡുകൾ ഇതുപോലെ. ഇപ്പോൾ ഈ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓഡിയോ ഐ സിക്ക് വരുന്ന 1.8 വോൾട്ടേജിൽ തന്നെ എന്തായിട്ടുണ്ട്, ഷോർട്ടായിട്ടുണ്ട്. ഈ പവർ എയർ ലൈനിൽ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ സംഭവം സെറ്റ് എന്താ ഒരു 56 ആംബിയർ എടുത്തിട്ട് അവിടെ പിന്നെ നമ്മൾ ഓണോ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ആംബിയർ എടുക്കും. അതായത് 1.8 വോൾട്ടിൽ ഷോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓണാവുള്ളത് വളരെ കുറവാണ്. അല്ലെങ്കിൽ ലോഗോ വന്ന് റീസ്റ്റാർട്ട് ആവും, അങ്ങനെയാണ് വരാറ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്കൊരു ഷോപ്പ് വർക്ക് വന്നതാണ്. ആ ഷോപ്പ് താള് ഇതിൻ്റെ മുകളിലത്തെ ഷീൽഡും കാര്യങ്ങളൊക്കെ കട്ടാക്കി, താഴത്തെ ഷീൽഡും എല്ലാം കട്ടാക്കി ഫുള്ള് ട്രേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അയാൾ CPU നല്ല രീതിയിൽ ഫ്ലെക്സ് ഒക്കെ ഇട്ട് ഹീറ്റ് അടിച്ചിട്ടുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഓണാവാൻ വെച്ചു. കാരണം കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള ഇത് കഴിവ് നമുക്ക് 100% വേണം. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും നല്ല വലിയ സെറ്റ് നമ്മൾ ഒരിക്കലും ടച്ച് ചെയ്ത് കസ്റ്റമറുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മതി, അറിയാത്ത കാര്യങ്ങൾ അറിയണവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ മനസ്സിലാക്കിയത് ഈ ടൈപ്പ് വീഡിയോസ് നിലവിൽ ആരും ചെയ്തിട്ടില്ല. കാരണം ഡബിൾ ബോർഡ് ചെയ്യണത് ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. വീഡിയോസിൽ ഫുള്ളായിട്ടുള്ള സൊല്യൂഷൻ ആരും കൊടുക്കാറില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ പാക്കേജ് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ S25 അൾട്ര വരെയാണ് ഞാനൊരു വീഡിയോ പാക്കേജ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഡബിൾ ബോർഡ് ഉണ്ടല്ലോ, ഇത് കണ്ടോ എത്ര പൂ പോലെ, എത്ര സിമ്പിളായിട്ട് വരും നോക്ക്. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം ഇത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഞാനിതിൻ്റെ ബാക്കിൽ എനിക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ടാണ് ഞാനെല്ലാം കണ്ടുപിടിക്കുന്നത്. ഞാൻ വേറൊരാളുടെ കാര്യങ്ങൾ ചോദിക്കാനോ ഒന്നും പോകുന്നത് എൻ്റെ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ മാത്രമാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ കുറേ ഹിന്ദിക്കാരൊക്കെ കുറേ ചെറിയ 15,000 20,000 കുറേ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓൺലൈനിൽ കൂടി അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ചീപ്പ് ആൻഡ് ബെസ്റ്റിൻ്റെ പുറകെ പോയിട്ട് ഒരുപാട് കാശ് പോകുന്നു. നമുക്ക് അങ്ങനെ ചെയ്യണം. നമ്മളെ കയ്യിൽ സ്കില്ലും ടൂൾസും അങ്ങനെ ക്യാഷ് ഉണ്ടോ എന്നാൽ നിങ്ങൾക്കും നല്ലൊരു അടിപൊളി ടെക്നീഷ്യൻ ആവും. പക്ഷേ നമുക്കത് ഇതിനൊരു താല്പര്യമാണ്. അല്ലാണ്ട് വേറെല്ലാം കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കും കുറേ പൈസ ഉണ്ടാക്കണം, അങ്ങനെയല്ല. ഈ ഫീൽഡിനോട് നമുക്കൊരു താല്പര്യമാണ്, എന്നാൽ മാത്രമേ നമ്മൾ ഈ ഫീൽഡിൽ 100% സക്സസ് ആവുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം ഒരു 15 വർഷമായി ഈ ഫീൽഡിൽ. കാരണം ഞാൻ എപ്പോഴും എൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതുകൊണ്ടോ എത്ര ഈസി ആയിട്ട് എടുത്തുള്ളത്.